നാടകീയത നിറഞ്ഞ അമാനുഷിക കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച രജനീകാന്തിൻ്റെ ജീവിതവും സിനിമ പോലെ സംഭവ ബഹുലമാണ്. രാഷ്ട്രീയ രംഗപ്രവേശനത്തിൽ അടുതെറ്റിയെങ്കിലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തിയായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ ജയലളിതയെ കൂപ്പുകുത്തിച്ച ഒരു ചരിത്രവുമുണ്ട് രജനീകാന്തിന്. അക്കാലത്ത് ജയലളിത രജനി പോര് തമിഴ് രാഷ്ട്രീയത്തിൽ ഏറെ സുപരിചിതമാണ്. സിനിമയിൽ ജയലളിതയുടെ അവസാന കാലത്താണ് രജനീകാന്ത് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നത്. 1980 പുറത്തിറങ്ങിയ ജയലളിതയുടെ അവസാന ചിത്രമായ നദിയെ തേടി വന്ന കടൽ എന്ന ചിത്രത്തിൽ രജനീകാന്തായിരുന്നു നായകനാകേണ്ടിയിരുന്നത്. എന്നാൽ ജയലളിത രജനിയെ തിരസ്കരിച്ചു. ശരത് ബാബുവാണ് പിന്നീട് ഈ ചിത്രത്തിൽ നായകനായത്. അതുപോലെ തന്നെ രജനിയെ താരപദവിയിലേക്ക് ഉയർത്തിയ ബില്ലയിലെ നായിക വേഷം ജയലളിത നിരസിക്കുകയും ചെയ്തു. ഇവിടുന്നാണ് ഇവരുടെ പരസ്പര വൈരാഗ്യം ആരംഭിക്കുന്നത്. അവസാനം വൈരാഗ്യം സിനിമയ്ക്ക് പുറത്തേക്ക് നീണ്ടു. 1992 തമിഴ്നാട്ടിലെ ഏറ്റവും തിരക്കേറിയ വഴിയായ MG രാധാകൃഷ്ണൻ റോഡിൽ രജനിയുടെ വണ്ടി ട്രാഫിക് കുരുക്കിൽപ്പെട്ടു. അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് രജനി അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയായ ജയലളിതയുടെ വാഹനം കടന്നുപോകാൻ ഗതാഗതം സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്ന് മറുപടി നൽകി. അരമണിക്കൂറായി ബ്ലോക്ക് തുടങ്ങിയിട്ട് മുഖ്യമന്ത്രി വരാൻ വൈകുകയാണെങ്കിൽ വാഹനങ്ങൾ കടത്തിവിട്ടുകൂടെ എന്ന് രജനി ചോദിച്ചു. എന്നാൽ തനിക്ക് കിട്ടിയ നിർദ്ദേശം ഇങ്ങനെയാണ് എന്നായിരുന്നു പോലീസുകാരൻ മറുപടി പറഞ്ഞു. കാത്തുനിന്നു ക്ഷമ നശിച്ച രജനി വണ്ടിയിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള പെട്ടിക്കടയിൽ ചെന്ന് ഒരു സിഗരറ്റ് വാങ്ങി സിനിമാ സ്റ്റാലിൽ ഒരു പോസ്റ്റിൽ ചാരി നിന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. സൂപ്പർ താരത്തെ റോഡിൽ കണ്ട് ജനങ്ങൾ തിങ്ങിക്കൂടി. ഇതോടെ വഴിയിൽ ബ്ലോക്ക് വർദ്ധിച്ചു. ജയലളിതയുടെ വാഹനം വന്നപ്പോൾ കടന്നു പോകാനാകാത്ത സ്ഥിതിയായി. ഒടുവിൽ കടത്തിവിടാനാവില്ലെന്ന് പറഞ്ഞ അതേ പോലീസുകാരൻ തന്നെ അദ്ദേഹത്തോട് സ്ഥലത്ത് നിന്ന് ഒന്ന് പോയി തരണമെന്ന് അപേക്ഷിച്ചു. മുഖ്യമന്ത്രി പോകാൻ കാത്തു നിൽക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇങ്ങനെ പല നിലയ്ക്കും രജനിയും ജയലളിതയും തമ്മിലുള്ള കൊമ്പുകോർക്കൽ പരസ്യമായി തന്നെ നടന്നു. 1995 മുംബൈ കലാപം ആധാരമാക്കി ബോംബെ എന്ന ചിത്രം മണിരത്നം സംവിധാനം ചെയ്തതിന് പിന്നാലെ മണിരത്നത്തിൻ്റെ ചെന്നൈയിലെ വസതിയിലേക്ക് ചിലർ ബോംബെറിഞ്ഞു. സംഭവത്തിൽ മണിരത്നത്തിന് സാരമായി പരിക്കേറ്റു. ബോംബെയും രജനിയുടെ ഭാഷയും ഒരേ സമയത്തായിരുന്നു റിലീസായത്. ഭാഷയുടെ വിജയാഘോഷവേളയിൽ ജയലളിത സർക്കാരിനെതിരെ രജനി പൊട്ടിത്തെറിച്ചു. ജയലളിത അധികാരത്തിൽ വന്നാൽ ദൈവത്തിന് പോലും തമിഴ്നാടിനെ രക്ഷിക്കാനാവില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജയലളിതയും കൂട്ടരും ഒന്നടങ്കം തോറ്റു. കരുണാനിധി ജയിച്ചു. പക്ഷേ പിന്നീട് രജനീകാന്ത് പോയസ് ഗാർഡനിൽ വീട് വാങ്ങിയപ്പോൾ ജയലളിതയുടെ അയൽക്കാരനായി. അതിനുശേഷം ജയയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ രജനീകാന്ത് ശ്രമിച്ചിരുന്നു. രജനീകാന്തിൻ്റെ മകളുടെ വിവാഹത്തിൽ ജയലളിത പങ്കെടുത്തു. ഒടുവിൽ ജയലളിത മരിച്ചപ്പോൾ അനുശോചന വേദിയിൽ വെച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞ് രജനി വിതുമ്പി. ഞാനവരെ വിമർശിച്ചു, വിഷമിപ്പിച്ചു, തോൽപ്പിച്ചു. അദ്ദേഹം കുറ്റബോധത്താൽ നീറിപ്പറഞ്ഞു. ജയലളിത തങ്കം പോലും പരിശുദ്ധമാണ്, കോഹിനൂർ രത്നമാണ് എന്നൊക്കെ രജനീകാന്ത് പറഞ്ഞു. GPS മീഡിയയുടെ അഭിപ്രായത്തിൽ മനുഷ്യനാണ്, തെറ്റുകൾ സ്വാഭാവികമാണ്. രജനീകാന്ത് ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം അടിമുടി ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുന്ന ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. രജനീകാന്ത് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന കാര്യത്തിൽ GPS മീഡിയയ്ക്ക് ഒരു തർക്കവുമില്ല. ലൗകിക ജീവിതവും ആധ്യാത്മ ജീവിതവും ഒരുപോലെ നയിക്കുന്ന രജനീകാന്തിനെ പോലുള്ളവർ വിരളമാണ്. GPS മീഡിയ രജനീകാന്തിന് ഹൃദയത്തിൽ നിന്ന് 1000 സല്യൂട്ടുകൾ നൽകുന്നു.